വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രവാസികളുടെ വീട്ടിൽ താൽക്കാലിക താമസമൊരുക്കുന്ന പദ്ധതി മുന്നോട്ട് വെച്ച് ദുബൈയിലെ മലയാളികൾ വീട് വിട്ടു നൽകാൻ സന്നദ്ധരാകുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഓൺലൈൻ സംവിധാനവും ഇവർ അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. വയനാട് ദുരന്തത്തിന്റെ ഇരകളായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കാണ് നാട്ടിൽ പ്രവാസികളുടെ അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ താൽക്കാലിക താമസത്തിന് അവസരമൊരുക്കുക. സ്വന്തം വീട് വിട്ടു നൽകാൻ സന്നദ്ധരായ പ്രവാസികൾക്ക് supportwayanad.com എന്ന വെബ്സൈറ്റിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാം. കേരളത്തിലെയും അയൽ സംസ്ഥാനത്തെയും വീടുകൾ, ഹോട്ടൽ മുറികൾ, റിസോർട്ടുകൾ എന്നിവയും ഇതിൽ രജിസ്റ്റർ ചെയ്യാനാകും. എത്ര പേർക്ക് താമസിക്കാം, എത്ര കാലത്തേക്ക് താമസം നൽകാം തുടങ്ങിയ വിവരങ്ങളടക്കമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. ഈ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കും. വയനാട് ദുരിതാശ്വാസത്തിന് രൂപീകരിച്ച വകുപ്പ് താമസത്തിന് അർഹതയുള്ളവരെ നിർദ്ദേശിക്കും. വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ താമസത്തിന്റെ മേൽനോട്ടം നിർവഹിക്കും. ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ച ചെയ്തുവെന്നും സംവിധാനത്തിന് നേതൃത്വം നൽകുന്നവർ പറഞ്ഞു. ഈ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്ന ഈ ഡാറ്റ ഗവൺമെന്റ് അതോറിറ്റിയിലേക്ക്, പ്രത്യേകിച്ച് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ലോക്കൽ ബോഡിയിലേക്കും ഗവൺമെന്റിന്റെ അതോറിറ്റിയിലേക്ക് നമ്മൾ കൈമാറുന്നതും അവിടെയുള്ള ഈ ക്യാമ്പുകളിൽ ചെന്ന് അവിടെ ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് അവരെ ആ ഒരു വീടുകളിലേക്കോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സുകളിലേക്കോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്കോ മാറ്റി താമസിപ്പിക്കുക താൽക്കാലികമായിട്ട് ഒരു ഭവനം ഉണ്ടാക്കുന്നത് വരെ. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീടുകൾ ഇപ്പോൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോമിസിങ് ഹോമൊക്കെ വരുന്നതിന് കാലതാമസം പിടിക്കും. 6 മാസം മുതൽ 1 വർഷം വരെ പിടിക്കും. ആ കാലയളവിൽ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുക, അതോറിറ്റീസിന് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുക. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ട് അതിനൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രവാസികളായ നമ്മൾ എവിടെ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം. ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള സംരംഭത്തിന് സാങ്കേതിക സൗകര്യമൊരുക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. കോവിഡ് കാലത്തും UAE പ്രളയകാലത്തും നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് ഈ ആശയത്തിന് പ്രചോദനമായതെന്ന് മുനീർ അൽവഫ, ദീപു AS, ഫൈസൽ മുഹമ്മദ്, അമൽ ഗിരീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മീഡിയ 1, ദുബായ്.